അപ്പം ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ മോഡിഫൈഡ് താർ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ പണിസ്ഥലത്തോട്ട് പോകാൻ കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ 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 ബാബു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം മാനേജറായല്ലോ. അപ്പം സാറൊന്ന് വാ സാറേ, പണിയൊക്കെ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പണി കുറച്ചുകൂടി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ മോഡിഫൈഡ് താർ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് പണിസ്ഥലത്ത് എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു വെച്ചിട്ടുള്ളത് നമുക്ക് പോയി നോക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോട്ടോ. അപ്പം നമ്മുടെ താർ എങ്ങനെയുണ്ട് ഗൈസ്? മോഡിഫൈഡ് താറാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ താറ് കണ്ടാൽ ഞാൻ ന്യൂ മോഡിഫൈഡ് താർ ഇറക്കിയതാണ് ഗൈസ്. അപ്പം കേട്ടോ, നമുക്ക് എന്തായാലും നേരെ പോട്ടോ പണിസ്ഥലത്ത്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് വരിക. ഓക്കെ, നമുക്ക് നേരെ പോകണം. ഓഹോ, എൻ്റെ അള്ളിയ വീണ്. ഇവയ്ക്ക് വണ്ടി വരുന്ന ഓടിക്കുന്നൊക്കെ ഒന്ന് സൈഡ് തന്നൂടെ? എടാ മോഡിഫൈഡ് താറടെ. ഇത് നമുക്ക് ഈ സൈഡിലൂടെ പോവാം, അപ്പുറത്തെ സൈഡിലായിട്ടാണ് വരും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ പോവാം. ഓക്കെ. ഓ എൻ്റെ മോനെ, വഴി തെറ്റിയിട്ടാണ് ഞാനിപ്പം ഇതിലൂടെ പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ സൈഡ് ഷോർട്ട് കട്ട് എടുക്കാം. എന്തായാലും ഷോർട്ട് കട്ടാണല്ലോ നമുക്കിത്. അപ്പം എന്തായാലും നമുക്കിത് അപ്പുറത്തെ സൈഡിലൂട്ടിയായിരുന്നു പോകേണ്ടത്. ഓക്കെ, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഏതൊരു പോലീസുകാരനും അബദ്ധം പറ്റില്ലേ? ഒരു ചെറിയൊരു അബദ്ധം. അതേ ആയിരിക്കും അപ്പോൾ വഴി തെറ്റാണ്ടുള്ളേ. നമുക്ക് നേരെ പോവാം. ഗെയ്സ്, അതാണ് നമ്മുടെ പണിസ്ഥലം, വർക്കിംഗ് സ്പോട്ട് ഗെയ്സ്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ താറ് കണ്ട് ഗെയ്സ്, ഡ്രിഫ്റ്റിനൊക്കെ പൊള്ളിയാണ് നമ്മുടെ താർ. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കുക, ചെറിയ സബ് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും നേരെ അതാണ് എൻട്രൻസ് നമ്മുടെ പണീൻ്റെ. ഇവിടെ വേറെ ആയിരിക്കും ഇപ്പോൾ കയറാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം എനിക്കും എൻ്റെ പണിക്കാർക്കും ഇതവിടെ നിൽക്കുന്ന പപ്പു. എന്തടാ? സോറി, നിങ്ങളൊന്ന് പണിയെടുക്കും, ഞാനിന്ന് ലീവാ. ഞാൻ പണിയെടുക്കാനാ? എന്തായാലും ചെക്കൻ്റെ ഓരോ ആഗ്രഹമല്ലേ കേസ്, നമുക്കൊന്ന് പണിയെടുത്തേക്കാം. ഓക്കെ, അപ്പം ഡോറൊക്കെ അടച്ചിട്ടുണ്ട്. എന്തായാലും നേരെ പോയി പണിയെടുക്കും. അപ്പം എന്നാലും നമുക്ക് പണിയെടുത്ത് കഴിഞ്ഞിട്ട് നല്ല താറാണല്ലോ. ഓരോ താറാണെന്ന് അറിയില്ല, എന്തായാലും നല്ല കുടിലം പോലത്തെ താറ്. ഇത് പൊട്ടിച്ച് കൈ കൊടുക്കാം അവന്. ഇനി അവൻ ഈ താറ് ഓടിക്കണ്ട. ഞാൻ പൊട്ടിക്കും താറ്. എനിക്ക് നല്ല വണ്ടി കണ്ടാൽ ഉറപ്പാണ്. എൻ്റെ കയ്യിൽ മാത്രം മതി നല്ല വണ്ടി. ഞാൻ പോവാ. എൻ്റെ ഗായ്സ്, എൻ്റെ താറാരോ പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും എൻ്റെ താറ് പൊട്ടിച്ചിട്ട് അവൻ സുഖമായി പോകണ്ട ഗൈസ്. നമുക്ക് എന്തായാലും അവനെ കണ്ടുപിടിച്ചേ പറ്റും. അപ്പം നമ്മൾ പണിയും കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ താറവൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു പുതിയ താറ് വാങ്ങട്ടെ. ഇവിടെ ഈ കാർ ഷോറൂമും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒരു ന്യൂ താറ് വാങ്ങിയിട്ട് കാണാം. ഓക്കെ, വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബാബുണ്ണൻ്റെ കൈ കൊടുത്തിട്ടൊന്ന് മോഡിഫൈ കൂടെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ താറ് ഒരു കിടിലം പോലത്തെ താറായി മാറും ഗൈസ്. ഓക്കെ, അപ്പം ഇത് സെക്കൻഡ് ഹാൻഡാണ്, പുതിയതൊക്കെ. അപ്പം എന്തായാലും നമുക്ക് നേരെ ബെന്നി അണ്ണൻ്റെ ഷോപ്പ് പുതിയ ഷോപ്പാക്കി കിട്ടും. അപ്പോൾ നമുക്കത്തെ ആ ഒരു കാണുന്ന ബിൽഡിംഗ് ആണ് ഇനി ബെന്നി അണ്ണൻ്റെ ബാബു അണ്ണൻ്റെ ഷോപ്പ്. ഓക്കെ, ബാബു അണ്ണൻ വേഗം മോഡിഫൈ ചെയ്ത് തന്നാൽ മതിയായിരുന്നു. ഓക്കെ കേസ്, അടുത്ത പാർട്ടിൽ ഞാൻ എന്തായാലും അവനെ പിടിക്കുന്നൊരു വീഡിയോ കിട്ടും. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് താറ് കയറ്റി വെച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇന്നത്തെ ഒരു ഇത്ര അത്രയേ ഉള്ളൂ. ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ സബ് പിടിച്ചിട്ട്